വയനാട് മുള്ളംകൊല്ലി കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് തങ്കച്ചന്റെ വീട്ടിൽ മദ്യവും തോട്ടകളും കൊണ്ടുവച്ച കേസിൽ കസ്റ്റഡിയിലായ കോൺഗ്രസ് നേതാവ് അനീഷ് മാമ്പലയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുടകിലെ കുശാൽ നഗറിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ വായിച്ചത്. സുർജിത്ത്, ഒരു ആത്മഹത്യ പോലും ഉണ്ടായ സംഭവമാണ്. അതിന്റെ തുടർച്ചയിൽ ഈ കേസിന്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണ്? ഈ ജിനീഷ് മാമ്പലയുടെ അറസ്റ്റ് ഏത് രീതിയിലാണ് അന്വേഷണ സംഘത്തെ സഹായകരമാവുക? സുർജിത്ത്. എന്തായാലും വലിയ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ അതിനൊരു പരിധിവരെ പരിഹാരം ഉണ്ടായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും ഇന്നലെയാണ് അനീഷ് മാമ്പിളിയെ പിടികൂടുന്നൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അത് കുടകിലെ കുശാൽ നഗറിൽ നിന്നായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് തങ്കച്ചന്റെ വീട്ടിൽ കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റാണ്, മുള്ളംകൊല്ലിയിലെ വാർഡ് പ്രസിഡന്റാണ് പെരിക്കല്ലൂരിലെ തങ്കച്ചൻ കാനാട്ടുമലയുടെ വീട്ടിൽ ആണ് ഇത്തരത്തിൽ ഈ തോട്ടകളും ഒപ്പം തന്നെ കർണാടക മദ്യവും കൊണ്ടുവച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം വ്യാജ കേസിൽ അറസ്റ്റിലായി 17 ദിവസമാണ് ജയിലിൽ കഴിയേണ്ടി വന്നത്. ഇതെല്ലാം തന്നെ മുള്ളംകൊല്ലിയിലെ കോൺഗ്രസിന്റെ സംഘടനാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. ഇതേ തുടർന്ന് ഇത്തരത്തിൽ നടപടിയുണ്ടായി. ഇതിന് നേതൃത്വം വഹിച്ച ആളാണ് അനീഷ് മാമ്പിള്ളി. കോൺഗ്രസിന്റെ തന്നെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആയിരുന്നു, മീനങ്ങാടി ബ്ലോക്കിന്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു അനീഷ് മാമ്പിള്ളി. എന്തായാലും ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. കേസിലെ ഒന്നാം പ്രതി കൂടിയാണ്. ഇയാൾ ഒളിവിലായ സാഹചര്യത്തിൽ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചിരുന്നു. എന്നിട്ട് പോലും അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് തങ്കച്ചൻ തന്നെ 24 പ്രതികരിച്ചിരുന്നു. ഇതിനുശേഷമാണ് DCC നേതാക്കൾ പോലും അദ്ദേഹത്തെ കാണാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഇതിനുശേഷം അന്ന് ഉച്ചയ്ക്ക് ശേഷം, അതായത് 24 തങ്കച്ചൻ പ്രതികരണം നടത്തി. ആ പ്രതികരണത്തിന്റെ ശേഷമാണ് DCC നേതാക്കൾ എത്തുകയും പിന്നീട് ഉച്ചയ്ക്ക് ശേഷം അനീഷ് മാമ്പിള്ളിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് എത്താനുള്ള അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തിയത്. എന്തായാലും അബ്ദുൾ ഷരീഫ് DYSP ബത്തേരി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. ഇതിനിടയിലാണ് കുശാൽ നഗറിൽ നിന്ന് അറസ്റ്റുണ്ടായത്. ബാംഗ്ലൂരുവിൽ ഇയാൾ ഉണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയുടെ ഭാഗമായി തുടർ അന്വേഷണത്തിലാണ് ഇയാൾ കുടകിലെ കുശാൽ നഗറിലേക്ക് കടന്നതായുള്ള വിവരം ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. പുൽപ്പള്ളിയിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു. ഇനി അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി കോടതിയിൽ ഹാജരാക്കുക എന്നുള്ള ദൗത്യമാണ് പോലീസ് സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. ഹാഷ്മി. ഓക്കെ, സുജിത്ത് അയ്യപ്പത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അത് ആ കേസ് ഒരു പ്രധാനപ്പെട്ട ഒരു ഫേസിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം അറസ്റ്റോട് മനസ്സിലാക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.